ഈ മുനമ്പത്തെ ജനങ്ങൾ ഇനി പ്രതീക്ഷ അർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ മാത്രമാണ്. കാരണം കേന്ദ്രമന്ത്രി ആദ്യം സുരേഷ് ഗോപി അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു, പിന്നാലെ ശോഭാ കരന്തലജെ, BJP നേതാക്കളെല്ലാം അവിടെ പോയി. അപ്പോഴും ആ സ്ഥലത്തേക്ക് സന്ദർശിക്കാൻ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് കഴിയുന്നില്ല. അവരെ കുറ്റം പറയുക വരെയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ സമരമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ സമരം നടത്തുന്നതിന് പിന്നിൽ ഗൂഢ ലക്ഷ്യമുണ്ട് എന്നുള്ള പരിഹാസമൊക്കെ തന്നെയാണ് CPIയുടെ ഭാഗത്ത് നിന്ന് വരെ ഉണ്ടായത്. അപ്പോൾ അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഇനി കേന്ദ്ര സർക്കാരിൽ മാത്രമാണ്. രജനി, ഇടത് വലതു മുന്നണികളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ തന്നെ, ഒരു ജനവിഭാഗത്തെ തന്നെയാണ് മുനമ്പത്തെത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. മുനമ്പം മാത്രമല്ല, ചെറായി അടക്കമുള്ള മേഖലകളിലാണെങ്കിലും ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തും സമാനമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ജനതയെ സംബന്ധിച്ചെല്ലാം തന്നെ അവർക്ക് ഈ രണ്ട് മുന്നണികളിലും പ്രതീക്ഷയില്ല. മാത്രമല്ല, അവിടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതി ശൈത്യകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ പാസാക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള നടപടികളെല്ലാം തന്നെ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമം, അതിൽ തന്നെയാണ് വലിയ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം ശോഭാ കരന്തലജെ കേന്ദ്രമന്ത്രി അവിടെ എത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ആ തെരുവിലേക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷം തങ്ങൾ ഉണ്ടാക്കില്ല, അതിനെ എല്ലാ തരത്തിലും തടയിടുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. കേന്ദ്ര സർക്കാർ ഒപ്പം തന്നെയുണ്ട്. സംസ്ഥാന സർക്കാർ മതപ്രീണനം ലക്ഷ്യമാക്കി ഇത്തരത്തിലുള്ള ഒരു സമീപനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ കൂടി അതിനെ തടഞ്ഞു നിർത്താൻ ും വഖഫ് ഭേദഗതി ബില്ല്. അക്കാര്യത്തിൽ എല്ലാവിധ പിന്തുണയുണ്ടാകും എന്ന് മാത്രമല്ല, JPCക്ക് ഇതുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുന്നിൽ താൻ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ തനിക്ക് മനസ്സിലായിട്ടുണ്ട്, കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ രോഗികളുണ്ട്, ഒപ്പം തന്നെ മാരക രോഗങ്ങൾ മൂലം ചികിത്സാ സഹായം ലഭിക്കാതെ സ്വന്തം വീട് ബാങ്കിൽ പണയപ്പെടുത്തി പോലും വായ്പ വാങ്ങാൻ സാധിക്കാത്ത നിരവധി ജനവിഭാഗങ്ങൾ ആ മേഖലയിലുണ്ട്. അവരെയെല്ലാം തന്നെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന കാര്യം കൂടി ശോഭാ കരന്തലജെ കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ശരി.